ശരൺ, കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്നലെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കപ്പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇ.ഡി. അന്വേഷണം പോകില്ല എന്ന ചോദ്യത്തിന് നടക്കട്ടെ എന്നുള്ളതായിരുന്നു രണ്ടുപേരുടെയും ഉത്തരം. അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ UDF നേതാക്കൾ, ഇപ്പോൾ മന്ത്രിസഭയിലുള്ളവർ തന്നെ ആ അന്വേഷണത്തിന്റെ റഡാറിലേക്ക് വരുമെന്നൊരു ആശങ്കയുണ്ടാകുമോ UDF ക്യാമ്പിന്? മാധു, അത്തരത്തിൽ വലിയൊരു ആശങ്ക UDF ക്യാമ്പിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതികരണം നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് അവർ കൂടുതൽ ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ CMRന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെ വിശദമായ റെയ്ഡ് നമ്മൾ കണ്ടിരുന്നതാണ്. ഇന്നലെ മാത്രം 10 ഇടങ്ങളിൽ റെയ്ഡുകൾ നടക്കുന്നു. ശരൺ പറയൂ. മാധു, ഇന്നലെ മാത്രം 10 ഇടങ്ങളിൽ വിശദമായ റെയ്ഡുകൾ നടക്കുന്നു. അതിനിടയിൽ തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ 2 വീടുകളിൽ, തിരുവനന്തപുരത്തെയും ഒപ്പം തന്നെ കണ്ണൂരിലെ വീടുകളിൽ റെയ്ഡ് നടത്തുകയും വീണ ടിയുടെ അക്കൗണ്ടുകൾ അടക്കം, അതായത് ബാങ്ക് രേഖകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ വീണ ടിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ED പറയുന്നത് നിലവിൽ അവർ ഏറ്റവും കൂടുതൽ ആദ്യഘട്ടത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ്. അത് സംബന്ധിച്ച് കൂടുതൽ രേഖകൾ ശേഖരിക്കുക, വീണ ടിയുടെ ചോദ്യം ചെയ്യലിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രേഖകൾ ഇപ്പോൾ ശേഖരിച്ച രേഖകളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് വരികയാണ്. ഇതിനുശേഷമായിരിക്കും വീണ ടിക്ക് സമൻസ് നൽകാനുള്ള നീക്കത്തിലേക്ക് ED പോവുക. ഇതിന്റെ അടുത്ത ഘട്ടം എന്നോണമാണ് UDF നേതാക്കളിലേക്ക് കൂടി പോവുക. ഇതിനകം തന്നെ EDയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകൾ EDയുടെ പക്കലുണ്ട്. നേരത്തെ ആദായനികുതി വകുപ്പിന്റെ ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ SFIO അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കുറ്റപത്രത്തിന് ഒപ്പം തന്നെ കോടതിയിൽ സമർപ്പിച്ച രേഖകളുണ്ട്. ആ ഡയറി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ EDക്ക് ആ ഡയറിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അത് വിശദമായി തന്നെ പരിശോധിക്കുക, ആ ചുരുക്കപ്പേരുകൾ ഈ നേതാക്കളുടേതാണെന്ന് ഉറപ്പുവരുത്തുക, അതിനുശേഷം ഈ അവരുടെ ചോദ്യം ചെയ്യലിലേക്ക് പോവുക എന്നുള്ളതാണ് ED ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്തായാലും ഈ നേതാക്കൾ UDF മന്ത്രിസഭയിലെ ആളുകൾ അടക്കമുള്ളവരിലേക്ക് അന്വേഷണം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ED വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ നടക്കുന്ന വിശദമായ അന്വേഷണം അത് പല തട്ടിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപക്ഷെ റെയ്ഡുകളിലേക്ക് പോകാൻ TVNയിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CMRൽ നിന്ന് ലഭിച്ച പണം എന്തിന് വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടും ED എന്നതുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, ഈ ശശിധരൻ കർത്തിയുടെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയ ചുരുക്കപ്പേരിലേക്ക് കൂടി അന്വേഷണം പോകും. അങ്ങനെയാണെങ്കിൽ UDF നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകും എന്നുള്ളത് കൂടിയാണ് ED നൽകുന്ന സൂചന.